ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച കൊട്ടാരക്കര ജയിലിലെ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെതിരെയാണ് നടപടി. ഗോവിന്ദചാമി ജയിൽ ചാടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നായിരുന്നു സത്താറിന്റെ പ്രതികരണം. KR സാജു ചേരുന്നു. സാജു, അന്ന് തന്നെ ഒരു നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. കാരണം അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. എന്ത് നടപടിയിലേക്കാണ് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്? ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിന്റെ പിറ്റേ ദിവസം ആണ് കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറായ അബ്ദുൾ സത്താർ ചില മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഗോവിന്ദസ്വാമി ജയിൽ ചാടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. നേരത്തെ, അതായത് ഇദ്ദേഹം കണ്ണൂരിലെ ജയിലിലെ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്തെ കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അറിയിച്ചിരുന്നു, ജയിൽ ചാടിയാൽ ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പോയി കെട്ടിയിട്ട് വീട്ടുകാരെ അതിക്രൂരമായി ബലാത്കാരം ചെയ്യുമെന്നും ഒക്കെ ഭീഷണി ഉയർത്തിയിരുന്നു എന്ന കാര്യമൊക്കെയായിരുന്നു അബ്ദുൾ സത്താർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒപ്പം കോയമ്പത്തൂരിലെ ചില ശ്മശാനങ്ങളിൽ സ്വർണം ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്നവരാണ് ഗോവിന്ദസ്വാമിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചത് വകുപ്പിനെതിരെ പ്രതികൂല വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് വകുപ്പിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കി എന്നാണ് ജയിൽ വകുപ്പ് നിരീക്ഷിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നതിലേക്ക് പോയി എന്നുകൂടി കുറ്റപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ അടുത്ത കാലത്ത് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത്തരം പരാമർശങ്ങളുമായി രംഗത്ത് വന്നത് എന്നും ജയിൽ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറായ അബ്ദുൾ സത്താർ IAയെ ഉടൻ പ്രാബല്യത്തിൽ വരുത്തക വിധം സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സൗത്ത് സോൺ ജയിൽ DIGയുടേതാണ് ഉത്തരവ്. ധന്യ. ശരി സാജു.